പാഠം 512. ഉമ്മ ഉമ്മ ഉമ്മ. കൊച്ചിയിലെ ചുംബന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഡൽഹിയിലും ചുംബന സമരം. 100 കണക്കിന് യുവതി യുവാക്കൾ കൊച്ചിയിലെ പോലെ ഡൽഹിയിലും ഒത്തുചേർന്നു. ആലിംഗനത്തിലൂടെയും ചുംബനത്തിലൂടെയും സ്നേഹം പ്രകടിപ്പിച്ചു. ഈശ്വര, നാടിന്റെ അവസ്ഥ എന്താണ്? ഇങ്ങനെ പോയി എവിടെ ചെന്നേക്കും? നീ പത്രം കണ്ടോ ഭാമേ? നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് മുഴുവൻ ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നത്. പരസ്യമായ റോഡ് ഇറങ്ങിയെന്ന് ഉമ്മ വയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ അക്രമല്ലേ? അതിലെന്താ മോഹനട്ട അക്രമം? റോഡിലിറങ്ങിയെന്ന് ഒരാളെ തല്ലിയെന്നോ കുത്തിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്രമമാണ് അല്ലേ? ഉമ്മ വയ്ക്കാന്ന് പറഞ്ഞ് സ്നേഹം പ്രകടിപ്പിക്കലല്ലേ? സ്നേഹം പ്രകടിപ്പിക്കുന്ന എങ്ങനെ അക്രമമാവുന്നത്? ഓഹോ, അപ്പൊ നീയും ഇത്തരം വൃത്തികെട്ടന്മാരെ ന്യായീകരിക്കണോ? ഇങ്ങനെ പോയാൽ നാട്ടിലുള്ള മനുഷ്യന്മാർ മുഴുവൻ പരസ്യമായി കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യില്ലേ? എന്ത് വൃത്തിയാണ് മോഹനട്ട ഈ പറഞ്ഞ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും ഒരു ആണ് പെണ്ണ് എവിടെയെങ്കിലും നിന്ന് ഉമ്മ വയ്ക്കുന്ന ഈ നാട്ടുകാർക്ക് എന്താണ്? ഉമ്മ വയ്ക്കുന്ന ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ വയ്ക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കുന്ന സദാചാര ഗുണ്ടകളെയാണ് പിടിച്ച് വല്ല ഭ്രാന്താശുപത്രിയിലോ ജയിലിൽ കൊണ്ടിടേണ്ടത്. ഭാമേ, നമ്മുടെ നാടിന്റെ പാരമ്പര്യത്തിന് ചേരാത്ത ഇത്തരം വൃത്തികേടുകളെ ന്യായീകരിക്കുന്നത് മര്യാദകളാണ്. ഞാൻ പറയുന്നത് എന്തും തെറ്റാണെന്ന് സ്ഥാപിക്കാൻ നീ എന്തും പറയും, അതെനിക്കറിയാം. പക്ഷെ ഇപ്പൊ നീ പറയുന്നത് ഒരു ന്യായമില്ല. ഞാൻ പറഞ്ഞതാണ് ന്യായം. ഒരാണ് പെണ്ണിനെയോ ഒരു പെണ്ണ് ആണിനെയോ ഉമ്മ വയ്ക്കുന്നതിൽ ഒരു തെറ്റും കാണേണ്ട കാര്യമില്ല. സത്യത്തിൽ അവർ ചെയ്യുന്നതല്ല തെറ്റ്, അതിൽ തെറ്റ് കണ്ടുപിടിക്കുന്നതാണ് തെറ്റ്. എനിക്ക് ഈ സമരക്കാരോട് വലിയ ബഹുമാനമാണ്. കൊച്ചിയിലോ ഡൽഹിയിലോ പോയി ഈ സമരക്കാരുടെ കൂടെ കൂടേണ്ടതായിരുന്നു. ഇതെങ്ങ നോക്കുന്നേ? ഉമ്മ വയ്ക്കാൻ എനിക്കൊരവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉമ്മ വയ്ക്കും. സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഉമ്മ പോലും വയ്ക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെന്ത് സ്വാതന്ത്ര്യ? കഷ്ടം. ഭാരതത്തിന്റെ പാരമ്പര്യത്തെ പറ്റി അറിയാത്ത ധിക്കാരികൾ ഇവര് നാടിന്റെ സംസ്കാരം നശിപ്പിക്കും. കൊച്ചിയിലെ സമരക്കാരെ പോലീസ് നേരിട്ടപ്പോൾ ഡൽഹിയിലെ സമരത്തിൽ പോലീസ് ഇടപെട്ടില്ല. സമാധാനപരമായി നടന്ന സമരത്തിൽ പോലീസ് നിഷ്പക്ഷത പാലിച്ചു. ഈ പോലീസുമാരാണ് ആദ്യം നല്ലേണ്ടത്. പിന്നെ ഞാൻ വരാതിരിക്കുവോ? ഇതെന്ത് ചോദ്യം നോക്കി. ഇതിനു മുന്നേ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വരാതിരുന്നിട്ടുണ്ടോ? ശരി, അപ്പൊ വൈകിട്ടാണ് കേട്ടോ. ഉമ്മ, ചക്കര ഉമ്മ. ബൈ. നീ എന്തായി ചെയ്തത്? എന്തുറ്റി? ഫോൺ സംസാരിക്കില്ലായിരുന്നു? ഫോണിൽ എന്താ പറഞ്ഞതെന്ന്? എന്തു പറഞ്ഞെന്ന്? എന്നെ തോൽപ്പിക്കാനായി ഏതെങ്കിലും ഒരുത്തനെ ഫോണിൽ വിളിച്ചിട്ട് ഉമ്മ കൊടുക്കുന്നോ? ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച കോളല്ല, ഇങ്ങോട്ട് വന്ന കോളാ. അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചാ ഉടനെ ഉമ്മ കൊടുക്കുന്നത് എവിടത്തെ മര്യാദ? ആരാ വിളിച്ചത്? എന്നോട് ജോലി ചെയ്യുന്ന സത്യം പറഞ്ഞു. എന്താണ്? നാട്ടിലെ പരിഷ്കാരികളായ കുറെ അലവലാദികൾ ഓരോന്ന് ചെയ്യുന്നത് കണ്ട് എന്റെ ഭാര്യ അങ്ങനെ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് മാന്യനും മര്യാദക്കാരനുമായ കെ മോഹനേഷൻ താമസിക്കുന്ന വീടാണ്. ഇവിടെ ഇത്തരം വൃത്തികേടുകൾ നടക്കില്ല. മോഹനനോട് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഉമ്മ വെക്കുന്നതിന് വലിയ വൃത്തികേടൊന്നുമില്ലാന്ന്. ഈ ഉമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്നേഹം പ്രകടിപ്പിക്കുക എന്നത് മാത്രമാണ്. ഒരാൾക്ക് ഒരാളോട് സ്നേഹം തോന്നുമ്പോ ഉമ്മ വെക്കുന്നത് കൊണ്ട് ആകാശം ഒന്ന് ഇടിഞ്ഞു വിടാൻ പോകുന്നു. നിങ്ങളൊക്കെ ഈ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഉമ്മയാണെന്ന് തോന്നും. സത്യത്തിലേ അങ്ങനെ കരുതുന്നവർക്കാണ് ഞരമ്പ് രോഗം. ബുദ്ധിയും ബോധമുള്ളവരെ വേറെ ഗൗരവമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. അതല്ല പിന്നെ
ബുദ്ധിയും ബോധവുമുള്ളവർ ഗൗരവമുള്ള കാര്യങ്ങളാണ് അന്വേഷിച്ച് നടക്കുന്നത് എന്ന് നീ പറഞ്ഞു. ഒരു നാടിന്റെ സംസ്കാരവും പാരമ്പര്യവും ഗൗരവം കുറഞ്ഞ കാര്യങ്ങളാണോ? ഭാരതീയ സംസ്കാരത്തിന് ചേരാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ചാൽ നമ്മുടെ സംസ്കാരം തകർന്നു പോലെ. അങ്ങനെ തുമ്മിയെ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ആ മൂക്കങ്ങ് പോട്ടെ നോക്ക് മോഹനേട്ടാ. ലോകത്തിലെ ഒരു സംസ്കാരവും ബലപ്രയോഗം കൊണ്ടോ നിയമം കൊണ്ടോ നിലനിൽക്കില്ല. വ്യക്തി സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നതിനെക്കാട്ടിലും വലിയൊരു സംസ്കാരമില്ല. നിങ്ങളൊക്കെ സംസ്കാരത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോ ഒരാളുടെ സ്വാതന്ത്ര്യത്തിലാണ് കൈവയ്ക്കുന്നത്. നീയും നിന്നെ പോലെ വ്യക്തി സ്വാതന്ത്ര്യം പറയുന്നവരും ഒക്കെ സായിപ്പിനെ കണ്ട് പഠിക്കുന്നവരാ. അവരുടെ നാട്ടിൽ ആർക്കും എന്തും ചെയ്യാം. പൊതുസ്ഥലത്ത് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ചെയ്യാം. തുണി ഉടുത്തോ ഉടുക്കാതെയൊക്കെ നടക്കാം. അത്തരം സംസ്കാരമില്ലായ്മകളെ പുകഴ്ത്തി പുകഴ്ത്തി യൂറോപ്പിലെയും അമേരിക്കയിലെയും സംസ്കാരം ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നടക്കില്ല. ഭാരത സംസ്കാരത്തിന് അതിൻ്റെതായ പരിശുദ്ധിയുണ്ട്. മോഹനേട്ടൻ ഏത് സംസ്കാരത്തെ പറ്റിയാ പറയുന്നേ? അല്ല, ഒരേ സമയം 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന ദ്രൗപദിയുടെ പാരമ്പര്യത്തെ കുറിച്ചാണ്. ഞാൻ ദ്രൗപദിയെ പോലെ ആവാൻ റെഡിയാണ്. പക്ഷെ മോഹനേട്ടൻ സമ്മതിക്കൂ? കല്യാണത്തിന് മുന്നേ ഗർഭം ധരിച്ച് പ്രസവിച്ചവളാണ് കുന്തി. കല്യാണത്തിന് ശേഷം കുന്തിക്ക് ജനിച്ച 3 മക്കളുടെയും മാതിരിക്ക് ജനിച്ച 2 മക്കളുടെയും അച്ഛൻ ഭർത്താവായിരുന്ന പാണ്ഡുവായിരുന്നില്ല. കുന്തിയുടെ മാതിരിയുടെ സംസ്കാരം കണ്ടുപിടിക്കട്ടെ. ഭഗവാൻ ശ്രീകൃഷ്ണന് ഭാര്യമാര് 10,000 കൃഷ്ണന് രാധയും തമ്മിലുള്ള പ്രണയം പോലെ മനോഹരമായൊരു പ്രണയം ഈ ഭൂമിയിലേ ഉണ്ടായിരുന്നില്ല. കൃഷ്ണൻ രാധയെ കെട്ടിപ്പിടിക്കുന്നതും ചുംബിക്കുന്നതും ഒക്കെ നമ്മൾ നാട് നീളം വരച്ചു വെക്കാറുമുണ്ട്. നമ്മുടെ സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങളിലെ ചിത്രങ്ങളും ശില്പങ്ങളും കണ്ടിട്ടുള്ളവർ പറയുകയേയില്ല ചുംബനം ഒരു കുറ്റകൃത്യമാണെന്ന്. എന്തുകൊണ്ട് പറ്റില്ല? പരസ്യമായിട്ട് ഉമ്മ വെച്ച് എന്താ കുഴപ്പം? രണ്ടുപേര് തമ്മിൽ ഉമ്മ വെക്കുമ്പോ ഒളിഞ്ഞു നോക്കുന്നവരാണ് ശരിക്കും ശല്യക്കാര്. ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് ഉമ്മ വയ്ക്കട്ടെ, നമ്മളൊക്കെ ശ്രദ്ധിക്കാതിരുന്നാ പോരെ. മോഹനേട്ടാ, പ്രണയവും ചുംബനവും ഒക്കെ അശ്ലീലമായി കാണുന്നത് സത്യത്തിൽ നമ്മുടെ സംസ്കാരമല്ല. മനുഷ്യന്റെ ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങളിൽ ആദ്യം ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് സായിപ്പാണ്. സായിപ്പിന്റെ ആ മുഷ്ക് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പകർത്തുകയായിരുന്നു. ഒടുവിൽ സായിപ്പ് തിരികെ പോയിട്ടും നമ്മൾ ആ ദുശീലം മാറ്റിയിട്ടില്ല. സായിപ്പ് നന്നാവുകയും ചെയ്തു. ചുരുക്കത്തിൽ നമ്മൾ ഭാരതീയ സ്വാതന്ത്ര്യങ്ങളെ കളഞ്ഞുകുളിച്ച് സായിപ്പിന്റെ പഴയ ഇഷ്ടങ്ങൾ കൊണ്ടു നടക്കുകയാണ്. നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്ത്രീ ഭർത്താവല്ലാത്ത ഒരു പുരുഷന് ഉമ്മ കൊടുക്കാൻ പാടില്ല എന്നാരാണ് പറഞ്ഞത്? ഞാൻ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ശിക്ഷാ നിയമവും അരച്ചു കലക്കി കുടിച്ചിട്ടുള്ളതാണ്. അതിലൊന്നും ചുംബിക്കുന്ന ഒരു കുറ്റമായിട്ട് ഞാൻ വായിച്ചിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് ഭരണഘടനയും ശിക്ഷാ നിയമത്തെയും പറ്റിയൊന്നുമല്ല, പിന്നെ സദാചാര നിയമത്തെ പറ്റിയാണ്. ഈ സദാചാരം എന്നത് എവിടെയും എഴുതി വെച്ചിട്ടുള്ള ഒരു നിയമമല്ല, അതൊരു സങ്കല്പമാണ്. എന്റെ സദാചാരം മോഹനേട്ടന് ദുരാചാരമായിരിക്കും, മോഹനേട്ടന്റെ സദാചാരം എനിക്ക് ദുരാചാരവും. പിന്നെ മതങ്ങൾ പഠിപ്പിക്കുന്ന ആചാരത്തെ പറ്റിയാണ് മോഹനേട്ടൻ ഈ പറയുന്നതെങ്കിൽ ആ ആചാരങ്ങൾ അനുസരിക്കാൻ ഒരു ഇന്ത്യൻ പൗരന് യാതൊരു ബാധ്യതയില്ല. കാരണം മതത്തിന്റെ നിയമങ്ങളെ രാജ്യത്തിന്റെ നിയമങ്ങളായി നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ടില്ല. എന്നെ ശല്യപ്പെടുത്താതിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഷർട്ടും മുണ്ടും തേച്ചു തരാം. അതൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനായ റോഡിലൂടെ പോകുമ്പോ ഏതെങ്കിലും ഒരു പെണ്ണ് ഇഷ്ടം തോന്നി ഒരു ഉമ്മ എന്നാലോ? ഒരു ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉമ്മയല്ലേ, അത് മറക്കല്ലേ. നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റി പുതിയ ചിന്തകൾ കൊണ്ടുവരുന്നത് വലിയ കാര്യമാണെന്ന് നിന്നെ പോലുള്ള ചിലർക്ക് ചില ധാരണയുണ്ട്. അത് തെറ്റാണ്. മോഹനേട്ടാ, ഈ കാര്യത്തിൽ മോഹനേട്ടൻ എത്ര തർക്കിച്ചിട്ടും കാര്യമില്ല. ഈ പ്രണയവും ചുംബനവും ഒക്കെ മനുഷ്യനുണ്ടായ കാലം മുതൽ നിലവിലുള്ളതാണ്. അത് മോശമാണെന്ന് പറഞ്ഞ് മാന്യമാരാവാൻ ശ്രമിക്കുന്നവർ പറയുന്നത് ശുദ്ധ വിവരക്കേടാ. നീയൊക്കെ പറയുന്ന പോലെ നടന്ന പിന്നെ എന്താവും ഈ ഭൂമിയിൽ ഉണ്ടാവുന്നത്? ആണും പെണ്ണും പിന്നെ അവർക്ക് തോന്നും പോലെ അങ്ങ് ജീവിക്കില്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ മോഹനേട്ട വേണ്ടത്? ആണും പെണ്ണും എങ്ങനെ ജീവിക്കണമെന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്നതിൽ എന്ത് മര്യാദയുള്ളത്?
മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ അതിൻ്റെതായ അന്തസ്സിലും മര്യാദയിലും ജീവിക്കണം. അത് വേണം. അതിനാണല്ലോ നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ നിയമം ലംഘിക്കാതെ ആർക്കും എന്തും ചെയ്യാം. ഭാമേ, ഞാൻ ഒരു വില്ലേജ് ഓഫീസർ. നാട്ടുകാർക്കെല്ലാം എന്നെ ഭയങ്കര ബഹുമാനമാണ്. എന്തുകൊണ്ടാണത്? എങ്ങനെയാണ് മാന്യമായി ജീവിക്കേണ്ടതെന്ന് മോഹനേഷൻ അറിയാം. മോഹനേട്ടൻ അറിയാവുന്നതുപോലെ മാന്യമായിട്ട് മോഹനേട്ടൻ ജീവിച്ചു. അതിനെ ആരാ എതിർത്തത്? പക്ഷെ മറ്റുള്ളവരെ മോഹനേട്ടന്റെ മാന്യതയ്ക്ക് അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നതല്ലേ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എല്ലാവർക്കും ബാധകമായ ചില മര്യാദകളുണ്ട്. നിനക്കറിയാമോ ഭാമേ, ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സുരേന്ദ്രൻ മാഷെ ഇന്നലെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. മാഷ് എന്നോട് പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയാമോ? നമസ്കാരം മോഹനേഷ. നമസ്കാരം. മോഹനേഷ ഇന്നും കൃത്യസമയത്ത് തന്നെ. ഈ സമയത്ത് പോയാലേ കൃത്യം 10 മണിക്ക് എനിക്ക് ഓഫീസിലെത്താൻ പറ്റും. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ആളുകള് മോഹനേഷനെ കണ്ടുപഠിക്കണം. സത്യസന്ധൻ, മാന്യൻ, ജീവിതത്തിൽ കൃത്യനിഷ്ഠ പുലർത്തുന്നവൻ. മനുഷ്യരായ ഇങ്ങനെ വേണം. കഴിഞ്ഞ ദിവസവും ഞാൻ കുട്ടികളോട് പറഞ്ഞു, ജീവിതത്തിൽ മോഹനകൃഷ്ണനെ മാതൃകയാക്കാൻ. ഇക്കാലത്തെ മറ്റു ചെറുപ്പക്കാരുടെ സ്വഭാവം തനിക്കറിയാമല്ലോ. എല്ലാം വഷള. കുറച്ചു പേർ. ആര് പറഞ്ഞു? എല്ലാം മോശം. നമ്മുടെ നാട്ടിലെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും ചേരാത്ത വസ്ത്രധാരണം, പെരുമാറ്റം, കഷ്ടം തന്നെ. ഇന്നലെ ഒരു കുട്ടി നേതാവ് പ്രസംഗിക്കുന്ന കേട്ടു. ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന്. ധിക്കാരമല്ലേ അത്? ആണും പെണ്ണും ഇടപഴകുന്ന കണ്ടാൽ നമുക്ക് അറപ്പ് തോന്നും. ആൺകുട്ടികളുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന പെൺകുട്ടികൾ അഹങ്കാരികൾ. മറ്റുള്ളവർ കാണുന്നുവെന്ന നാണമില്ലാതെ ചിരിയും കളിയും തൊടലും തലോടലും. നമുക്കൊക്കെ അമ്മ പെങ്ങന്മാരുള്ളതല്ലേ? അവരൊക്കെ എത്ര മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിൽ അധികം ഇടപഴകാൻ സമ്മതിക്കരുത്. ഉത്തരവാദിത്വപ്പെട്ട ആരെങ്കിലും അടുത്തില്ലാത്തപ്പോ ആണും പെണ്ണും സംസാരിക്കുന്ന പോലും പ്രശ്നമാണ്. ഇങ്ങനെ ലൈസൻസ് ഇല്ലാതെ അടുത്തു പെരുമാറുന്നത് കൊണ്ടാ ആണുങ്ങൾ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നത്. സ്ത്രീകളെ അമ്മയായി കാണേണ്ട നമ്മള് അവരോട് മോശമായി പെരുമാറുന്നത് ശരിയാണോ? സാറ് പറഞ്ഞതില് കുറച്ച് കാര്യമുണ്ട്. കുറച്ചല്ല, മുഴുവൻ കാര്യമാണ്. ഇന്നലെ ഞാൻ നോക്കുമ്പോ എന്റെ വീടിനടുത്തുള്ള ഒരു പെങ്കൊച്ചും ഏതോ ഒരു ചെറുക്കനും തമ്മിൽ ഭയങ്കര ചർച്ച. എന്താ ചർച്ച എന്നറിയാമോ? ചുംബന സമരത്തിന് പോകുന്നതിനെ കുറിച്ചാ. ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെയാണോ സ്ത്രീ പുരുഷന്മാർ പെരുമാറേണ്ടതെന്ന്? സ്ത്രീകൾക്ക് അടക്കവും ഒതുക്കവും വേണം. ആണുങ്ങൾ സ്ത്രീകളോട് മാന്യമായേ പെരുമാറാവൂ എന്ന്. അടുത്ത ദിവസം ഞങ്ങൾ കുറെ പേര് ചേർന്നൊരു യോഗം വിളിച്ചിട്ടുണ്ട്. സദാചാര നിഷ്ഠയോടെ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാനായിട്ട്. മോഹനകൃഷ്ണ യോഗത്തിന് വരണം. ഞാനോ? മാന്യമായി ജീവിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കണ്ടേ? ഇനിയുള്ള തലമുറ നമ്മളെ കണ്ടു പഠിക്കട്ടെ. ഞാൻ വരാം. സുരേന്ദ്രൻ മാഷ് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പ്രസംഗിക്കാൻ ചെല്ലാം എന്ന് ഞാൻ ഏൽക്കുകയും ചെയ്തു. ആയിക്കോ. മോഹനേട്ടന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ മോഹനേട്ടന് സ്വാതന്ത്ര്യമുണ്ട്. സുരേന്ദ്രൻ സാറിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ സുരേന്ദ്രൻ സാറിനും പറയാം. മറ്റുള്ളവർക്കും ആ സ്വാതന്ത്ര്യമുണ്ടെന്ന് മറക്കാതിരുന്നാ മതി. പിന്നെ മോഹനേട്ടാ, ആരെയും ഉമ്മ വെച്ചു എന്ന് പറഞ്ഞ് സുരേന്ദ്രൻ സാർ അത്രയ്ക്ക് രോഷാകുലനായപ്പോ മോഹനേട്ടന് പറയാവുന്ന കാര്യങ്ങളും ഉണ്ടായിരുന്നു. അരിയുടെയും പഞ്ചസാരയുടെയും പച്ചക്കറിയുടെയും ഗ്യാസിന്റെയും ഒക്കെ വില കുത്തനെ കൂടുകയാണ്. അതിനെതിരായി സമരങ്ങളൊന്നും കാണുന്നില്ല. കരണ്ടിന്റെയും വെള്ളത്തിന്റെയും വില കൂടി സാധാരണക്കാരന് ജീവിക്കാൻ വയ്യാത്ത ഒരവസ്ഥയായി തീർന്നു. ആർക്ക് സമരം ചെയ്യാൻ തോന്നില്ല? 40 കോടി മനുഷ്യർ ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാതെ പട്ടിണി കിടക്കുന്ന ഒരു രാജ്യത്ത് ഏതോ ഒരാണ് ഏതോ ഒരു പെണ്ണിന് അവരുടെ സമ്മതത്തോട് ഒരു ഉമ്മ കൊടുക്കുന്നതാണ് വലിയ പ്രശ്നം. അയൽപക്കത്ത് പട്ടിണി കിടക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ മനസ്സില്ല. പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കാൻ ഒരാവേശവും ഇല്ല.
അസുഖം വന്ന് കിടക്കുന്നവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാനുള്ള അനുകമ്പയും ഇല്ല. ആണും പെണ്ണും മിണ്ടുന്ന ഉമ്മ കൊടുക്കുന്ന കാണുമ്പോൾ മാത്രമാണ് ഈ രോഷം. ഈ സംസ്കാരം എന്ന വാക്കിനെ പറ്റി നിങ്ങളൊക്കെ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. സഹജീവികളുടെ യഥാർത്ഥ ജീവിത പ്രശ്നം കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുന്നതാണ് എന്റെ അറിവിൽ ഏറ്റവും വലിയ സംസ്കാരം. അല്ലാതെ ആണും പെണ്ണും ഉമ്മ വയ്ക്കുന്ന ഒളിഞ്ഞു നോക്കുന്നതല്ല. വക്കീലേ, ഉത്തമന, ഞാൻ പോയി ഉത്തമൻ എന്തിനാ വന്നതെന്ന് ചോദിച്ചിട്ട് ഉത്തമൻ ഒരു ഉമ്മ കൊടുത്തിട്ട് വരാം. സാർ ഇവിടെ നിൽക്കട്ടോ. അവിടെ ചിലപ്പോ പറയുമ്പോൾ ചെയ്തു കളയും. നമസ്കാരം വക്കീലെ. പിന്നെ ഒരു കേസുണ്ട്, അത്യാവശ്യമാണ്. കേസിന്റെ കാര്യം പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഉത്തമ. ഈ ഉമ്മയെ പറ്റി ഉത്തമന്റെ അഭിപ്രായം എന്താ? ആരുടെ ഉമ്മ? ആ ഉമ്മയല്ല, ചുംബനം. അതിനെപ്പറ്റി ഉത്തമന്റെ അഭിപ്രായം എന്താ? അത് നല്ല ഏർപ്പാടല്ലേ. ഇത്രയും പ്രായമായിട്ടും ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അമ്മ എന്നെ വിളിച്ചിട്ട് ഉത്തമ അവിടെ നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഉമ്മ വരും. പക്ഷേ ഈ ഉമ്മ ഭയങ്കര വൃത്തികെട്ട ഏർപ്പാടാണെന്നാണല്ലോ ഈ പറയുന്നത്. അമ്മ മകന് ഉമ്മ കൊടുക്കുന്നത് വൃത്തികളല്ല. സഹോദരൻ സഹോദരിക്ക് കൊടുക്കുന്നതോ? അതിലൊന്നും കുഴപ്പമില്ല. അപ്പൊ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഡൽഹിക്ക് പോകുന്ന സഹോദരൻ സഹോദരിക്ക് ഉമ്മ കൊടുക്കുന്ന ഒരു വൃത്തികേടാവോ? പൊതുസ്ഥലമാണ്, ഉമ്മയാണ്. സഹോദരൻ സഹോദരിയല്ലേ, പ്രശ്നമല്ല. പക്ഷേ കണ്ടു നിൽക്കുന്നവർക്ക് അവർ സഹോദരനും സഹോദരിയാണെന്ന് അറിയണമെന്നില്ല. സദാചാര പോലീസുകാരെ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ ഈ ആണിനും പെണ്ണിനും അവർ സഹോദരി സഹോദരനാണെന്ന് തെളിയിക്കേണ്ടിയും വരും. എന്താണ് വക്കീലെ പ്രശ്നം? സഹോദരൻ സഹോദരിക്ക് ഉമ്മ കൊടുക്കുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഉമ്മ കൊടുക്കുന്നതിൽ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല. പക്ഷേ വെറും രണ്ട് സുഹൃത്തുക്കളല്ലല്ലോ, ആണും പെണ്ണുമാണ്. ആണിനും പെണ്ണിനും സുഹൃത്തുക്കളായിക്കൂടെ? ഇതാണ് പ്രശ്നം. ഒരാണും പെണ്ണും സംസാരിച്ചാൽ അടുത്ത് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അതൊരു വൃത്തികെട്ട കണ്ണിലെ ഈ സദാചാര പോലീസുകാർക്ക് കാണാൻ പറ്റുള്ളൂ. അത് ആണിന്റെ പെണ്ണിന്റെ കുഴപ്പമല്ല, കാണുന്ന സദാചാരക്കാരുടെ കുഴപ്പമാണ്. അതെ, ഈ ഉമ്മയുടെ പ്രശ്നം അവിടെ നിൽക്കട്ടെ. ഞാൻ വന്ന കാര്യം പറയട്ടെ വക്കീലേ. നമ്മുടെ സർക്കാർ സ്കൂളിലെ സുരേന്ദ്ര സാറിനെ വക്കീലിനെ അറിയാലോ? അങ്ങേരെ പോലീസ് പിടിച്ചോണ്ട് എന്തിന്? പുറത്ത് പറഞ്ഞ നാറുന്ന കേസാണ് വക്കീലെ. സ്കൂളിലെ ദേവക ടീച്ചറിന്റെ പുറകെ കുറെ കാലമായി നടക്കുകയാണ് ഈ സാറ്. അവരുടെ ഭർത്താവ് ഗൾഫിലുമാണല്ലോ. ദേവക ടീച്ചർ ആണെങ്കിൽ ഒരു മാന്യായ സ്ത്രീയും. ഈ സാറിന്റെ നമ്പരൊന്നും അവിടെ ചെലവാവൂല. ഒടുവില് ഇന്നലെ രാത്രി ഈ സാറ് ടീച്ചറിന്റെ വീട്ടിൽ കയറി ചെന്ന് അവിടെ നടന്നതൊന്നും പുറത്ത് പറയാൻ കൊള്ളൂല. ടീച്ചറാണെങ്കിൽ ബഹളം വെച്ച് അടുത്ത വീട്ടിൽ താമസിക്കുന്ന വിക്രം പോലീസ് ഒച്ച കേട്ട് വെളിയിലിറങ്ങി സുരേന്ദ്ര സാറിനെ പൊക്കിക്കൊണ്ട് പോയി. ആ സാറ് കാണിച്ചത് വൃത്തികേടായി പോയി. എന്തായാലും പള്ളിക്കൂടത്തിലൊക്കെ പഠിപ്പിക്കുന്ന മാഷല്ലേ, ജാമ്യത്തിലൊക്കെ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ ഞാൻ. വക്കീലെ, അല്ല ഇതൊന്നും മാന്യമായി ജീവിക്കുന്ന ഒരു സ്ത്രീയോട് അത്തരമൊരു വൃത്തികേട് കാണിച്ച് സുരേന്ദ്രൻ സാറിനെ ജാമ്യത്തിലിറക്കാൻ ഞാൻ തന്നെ വരണം? അല്ല, അതിപ്പോ അങ്ങനെയല്ല. ഈ സാർ എന്റെ അയൽവാസിയായി പോയി. അങ്ങേരുടെ ഭാര്യ വന്ന് കരഞ്ഞു പറയുമ്പോ പറ്റൂലെന്ന് ഞാൻ അങ്ങനെ പറയും. അതാണ്. ഉത്തമനോട് ഈ കേസ് വാദിക്കണമെങ്കിൽ എനിക്ക് എന്റെ മോഹനയുടെ അനുവാദം വേണം. ഞാനിപ്പോ വരാട്ടോ. അയ്യോ, അത് പുതിയ ഏർപ്പാടാണല്ലോ. കേസ് വാദിക്കാൻ വക്കീലിന് സാറിന്റെ അനുവാദവും. അതെന്താണ് അങ്ങനെ? എന്തു പറ്റി? മുണ്ടാട്ട് മുട്ടിപ്പോയോ? ഏതോ ആണും പെണ്ണും തമ്മിൽ ഉമ്മ വെച്ചപ്പോ നാട്ടിലെ പാരമ്പര്യവും സംസ്കാരം മുഴുവൻ കത്തിപ്പോയെന്ന് പറഞ്ഞ സുരേന്ദ്ര സാറിന്റെ കാര്യമാണ് ഉത്തമൻ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ് 2 മക്കളുള്ള ഒരു അധ്യാപകൻ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചറോട് പ്രണയാഭ്യർത്ഥന നടത്തി പിന്നാലെ നടക്കുന്നു. ഭർത്താവ് സ്ഥലത്തില്ലാത്ത നേരം നോക്കി രാത്രി അവരുടെ വീട്ടിൽ കയറി ചെല്ലുന്നു. ഇതാണോ മോഹനേട്ട ഈ ഭാരതീയ പാരമ്പര്യം? സദാചാരവാദികളുടെ സ്വഭാവം ഏതാണ്ട് ഇങ്ങനെയാണ്.
പരസ്യമായി ഒരാൾക്ക് ഒരു ഉമ്മ കൊടുക്കുന്ന അവർക്ക് സഹിക്കില്ല. ഇരുട്ടിന്റെ മറവിൽ അവർക്ക് എന്ത് വൃത്തികേട് കാണിക്കാം. സ്ത്രീയെ അമ്മയായി കാണണമെന്ന് പറഞ്ഞ അതേ സുരേന്ദ്ര സാറാണ് ഒരേ സമയം 2 സ്ത്രീകളെ പീഡിപ്പിച്ചത്. സ്വന്തം ഭാര്യയെയും ദേവകി ടീച്ചറെ. സുരേന്ദ്രൻ സാറിന്റെ കാര്യം വിട്. നീ കുറച്ചു മുമ്പ് സത്യപാലനും ഓർത്തുണ്ടല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത്? അതെന്തായാലും മോശമായി പോയി. ഞാൻ സത്യപാലനല്ലല്ലോ ഉമ്മ കൊടുത്തത്. സത്യപാലന്റെ 3 വയസ്സുള്ള മകന്റെ പിറന്നാളാണിന്ന്. വൈകിട്ട് പിറന്നാൾ ആഘോഷത്തിന് വരണോന്ന് പറയാനാണ് സത്യപാലൻ വിളിച്ചത്. എന്നിട്ട് ഫോൺ മോന്റെ കൈ കൊടുത്തു. ഞാൻ അവനോടാണ് വൈകിട്ട് വരാന്ന് പറഞ്ഞതും ഉമ്മ കൊടുത്തതും. അപ്പൊ സത്യപാലാണെന്ന് നീ പറഞ്ഞതോ? ഇല്ല. ആരാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ സത്യപാലനാണെന്ന് ഞാൻ പറഞ്ഞു. സത്യപാലനാണല്ലോ വിളിച്ചത്. ഉമ്മ കൊടുത്ത ആർക്കാണെന്ന് മോഹനേട്ടൻ ചോദിച്ചതുമില്ല, ഞാൻ പറഞ്ഞതുമില്ല. മോഹനേട്ടാ, വഴി കാണുന്നവർക്കൊക്കെ ഉമ്മ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല ഞാൻ ഇത്രയും നേരം വാദിച്ചത്. നമ്മുടെ സ്വാതന്ത്ര്യങ്ങളിലെ ഇടപെടലുകൾ അവസാനിപ്പിക്കാനാണ്. ആർക്ക് എപ്പോ എവിടെ വെച്ച് ഉമ്മ കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടേത് മാത്രമാണ്. അത് ഈ കപട സദാചാരക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ അവർ നമ്മൾ എന്തു പറയണമെന്നും എന്ത് കഴിക്കണമെന്നും എന്ത് വായിക്കണമെന്നൊക്കെ പറഞ്ഞു കളയും. എല്ലാ ഏകാധിപത്യങ്ങളുടെയും തുടക്കം ഇങ്ങനെയാണ്. സൂക്ഷിക്കണം. ഇനിയിപ്പോ വാശിയും ദേഷ്യമൊക്കെ കളഞ്ഞ് വിലാപശ്രമിക്ക് ഉമ്മ വന്നേ. പേടിക്കാനില്ലെന്ന്. നമ്മള് ഭാര്യയും ഭർത്താക്കന്മാരല്ലേ. ഇതാണെങ്കിൽ അടച്ചിട്ട മുറിയും. സദാചാര പോലീസുകാർ കാണില്ല. അതോ ഇനി ഞാൻ റോഡിലിറങ്ങി ആരോടെങ്കിലും ചോദിക്കണോ? ആണിനും പെണ്ണിനും പരസ്പരം അടുത്തിടപഴകാനും പ്രണയിക്കാനും ചുംബിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെ ഏത് സദാചാരത്തിന്റെ പേരിൽ തടഞ്ഞാലും അത് വകവച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരെ ശബ്ദമുയർത്തുന്ന സദാചാര പോലീസുകാർക്കെതിരെ പ്രതികരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.